ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. മലബാറിൻ്റെ സ്വന്തം പാൽവാഴക്ക എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ അതിനാവശ്യമായ 4 ടേബിൾ സ്പൂൺ സാബുനരി ഇവിടെ എടുത്തിട്ടുണ്ട്. അതിനാവശ്യമായ വെള്ളം ഒഴിച്ച് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. അപ്പോൾ ഇതാ 1 മണിക്കൂറായി നല്ലോണം കുതിർന്നു വന്നിട്ടുണ്ട്. ശേഷം ഒരു പാത്രത്തിലേക്ക് ആവശ്യമായ വെള്ളം ഒഴിച്ച് ഒന്ന് ചൂടാക്കാൻ വെക്കുക. ഇതാ ഇങ്ങനെ നല്ലോണം തിക്കായി വെന്ത് വന്നിട്ടുണ്ട്. ശേഷം ഇതിലേക്ക് ആവശ്യമായ പഴം തയ്യാറാക്കിയെടുക്കാം. ഞാൻ മീഡിയം സൈസ് 4 പഴം എടുത്തിട്ടുണ്ട്. ഇതാ ഇങ്ങനെ തൊലിയെല്ലാം കളഞ്ഞ് ഇങ്ങനെ കട്ട് ചെയ്തു. ശേഷം ഒരു പാനിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് അണ്ടിയും മുന്തിരിയും വറുത്തെടുക്കാം. നല്ല ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് വേറെ ബൗളിലേക്ക് മാറ്റി വെക്കാം. ആ പാനിലേക്ക് തന്നെ കുറച്ചും കൂടെ നെയ്യ് ഒഴിച്ചിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ച പഴം ഇട്ട് കൊടുക്കുക. മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നല്ലോണം ഇളക്കി കൊടുക്കുക. നല്ല യെല്ലോ കളറായി വന്നിട്ടുണ്ട്. അപ്പോൾ കുറച്ച് പീസ് നമുക്ക് ഒരു ബൗളിൽ മാറ്റി വെക്കാം. ഇതിലേക്ക് ആവശ്യമായ 2 ഗ്ലാസ് അളവിൽ പാലാണ് എടുത്തിട്ടുള്ളത്. 2 ഗ്ലാസ് പാൽ ഇവിടെ ഒഴിച്ചു കൊടുത്തു. വേണമെങ്കിൽ പാലിന് പകരം തേങ്ങാപ്പാലും ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് ആവശ്യമായ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഞാൻ 5 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. ശേഷം തയ്യാറാക്കിയ സാബുനരി ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിന് കുറച്ച് ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കുക. നേരത്തെ വറുത്ത് വെച്ച അണ്ടിയും മുന്തിരിയും ചേർത്ത് കൊടുക്കുക. മധുരം ബാലൻസ് ചെയ്യാൻ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇതാ ഇങ്ങനെ തിളച്ച് നല്ല വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ 1/4 കപ്പ് പാല് ചേർത്ത് കൊടുക്കുക. ഓപ്ഷണലാണ്, കുറച്ചും കൂടെ ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് പാല് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഫൈനലി നമ്മുടെ മലബാറിൻ്റെ സ്വന്തം പാൽവാഴക്ക ഇവിടെ റെഡിയായി സെറ്റായി വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ്, ഹെൽത്തിയാണ്. മസ്റ്റായിട്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഫീഡ്ബാക്ക് അറിയിക്കണം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ. താങ്ക് യു ഫോർ വാച്ചിങ്.